ഇന്ന് സെപ്റ്റംബർ 6:27 PM വന്നൊരു വണ്ടിയാണ്. എക്സ്പ്രസ് പെയിന്റിംഗ് ആവശ്യമായി വന്നതാണ്. ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. പൊതുവെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾ പെട്ടെന്ന് സ്പെയർ പാർട്സ് എല്ലാം കിട്ടും, അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ എടുക്കുന്നത്. പക്ഷേ അത് തെറ്റാണ്. മോസ്റ്റ് മൂവിങ് പാർട്സ് മാത്രമേ പെട്ടെന്ന് കിട്ടത്തുള്ളൂ. ഇതുപോലത്തെ പാർട്സ് ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ കേരളത്തിൽ ആകെ 2 സ്റ്റോക്കേ ഉള്ളായിരുന്നു. ഞാൻ ഈ വണ്ടിയുടെ പാർട്സ് എടുക്കാൻ വേണ്ടി 184 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു പോയി എടുത്തുകൊണ്ട് വന്നതാണ്. കാര്യം എക്സ്പ്രസ് പെയിന്റിംഗ് വർക്ക് പറഞ്ഞ് നമ്മൾ ആ സമയത്തുള്ളിൽ കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ വർക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് ബമ്പറും ഫെൻഡറും മാത്രമേ ഉള്ള കസ്റ്റമർ പറഞ്ഞിരുന്ന പെയിന്റിങ്ങിന്. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഇതിന്റെ ബോണ്ടിന് സൈഡിൽ ചെറിയ ബെൻഡുണ്ട്. ഇത് ശരിക്കും നോക്കിയാൽ പെട്ടെന്ന് കാണത്തില്ല, പക്ഷേ ഇത് അലൈൻ, അതായത് പുതിയ ഹെഡ്ലൈറ്റ് വെച്ച് അലൈൻ ചെയ്യുമ്പോൾ ഔട്ടായിരിക്കും. സോ കസ്റ്റമറെ വിളിച്ച് നമ്മൾ പറഞ്ഞു, ഈ കാർ വന്നിട്ട് പേൾ വൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ പേൾ വൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടാസ്ക് ആണ് ഈ വണ്ടി പണിയാനെ കൊണ്ട്. കാര്യം ഒരു ഫാസ്റ്റ് പെയിന്റിങ് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് അടുത്ത ദിവസം ഡേ 2 നമ്മുടെ സാധനം എല്ലാം വന്നു. നമ്മുടെ പരിപാടികളൊക്കെ സെറ്റാണ്. ബോഡി പാനലെല്ലാം നമ്മൾ പ്രൈമറൊക്കെ അടിച്ചിട്ട് വെച്ചേക്കാണ്. ഹെഡ്ലൈറ്റ് വന്ന് അലൈൻ ചെയ്യാൻ നമുക്ക് ബാക്കിയൊന്നും നടക്കത്തില്ല. അങ്ങനെ ഹെഡ്ലൈറ്റ് വന്ന് നമ്മൾ അലൈൻ ചെയ്തു. അപ്പൊ ഇന്ന് സെപ്റ്റംബർ 9 വൈകിട്ട് 6:29 കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു. കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞതിനെക്കാട്ടിൽ ഒരു 6 മണിക്കൂർ കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും പാർട്സ് കിട്ടാൻ ഡിലേ ആയതുകൊണ്ട് അല്ലെ ഒറ്റ ദിവസം കൊണ്ട് വർക്ക് കഴിഞ്ഞേനെ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എക്സ്പ്രസ് പെയിന്റിംഗ് നിങ്ങൾക്ക് മുൻകൂർ ബുക്ക് ചെയ്യാൻ. കാര്യം പലരും തിരക്ക് കാരണം അവരുടെ വാഹനങ്ങൾ പെയിന്റ് ചെയ്യാൻ പറ്റാറില്ല.